ശ്രീ അലി അക്ബർ, നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഇനി ഇത് പ്രീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹായകമാകുന്ന കുറേ കാര്യങ്ങൾ, കുറേ മൊഴികൾ, കുറേ തെളിവുകൾ താങ്കൾ ശേഖരിച്ചിട്ടുണ്ടെന്ന്. താങ്കൾ ശേഖരിച്ച ഈ വിവരങ്ങളെല്ലാം അത് അന്ന് താങ്കളെ ഏൽപ്പിച്ചത് നിതിൻ അഗർവാളാണ്. അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട്. അതിൽ എന്തുകൊണ്ടാണ് പിന്നീട് ഒരു തുടർ നടപടികളോ നീക്കങ്ങളോ ഇല്ലാതെ പോയത്? ഞാനിപ്പോൾ ജോർജ് ജോസഫ് സാറിൻ്റെ വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ കേട്ടു. ഞാൻ പഠിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരു പ്രമാദമായ കൊലക്കേസിലെ പ്രതി മരിച്ചു എന്ന് ഉറപ്പ് കിട്ടി, ആശുപത്രിയിൽ കിടന്നാണ് മരിച്ചതെന്നും പറയുന്നു. അങ്ങനെ മരിച്ചു എങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ബോഡി കണ്ടെത്തുകയോ അതിനെ സംസ്കരിച്ച സ്ഥലങ്ങളിൽ നിന്നോ ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്നോ അന്ന് ആരുടെ പേരാണ് ഈ രോഗി അവിടെ അഡ്മിറ്റായതെന്നും ആ ഒരു അൺനാച്ചുറൽ ഡെത്താണോ അവിടെ 174 CRPC പ്രകാരം വന്ന കേസ് വല്ലതും രജിസ്റ്റർ ചെയ്തിരുന്നോ, അതോ അയാൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നമ്മൾ വെരിഫൈ ചെയ്ത് ആശുപത്രിയിൽ കൊടുത്ത ആ അഡ്രസ്സിൽ ആ മരിച്ച ആളില്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറിച്ച് ഞാനൊരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കാം. ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ ഒരു വിഷയമുണ്ട്. അന്ന് അന്വേഷിച്ച ജോർജ് ജോസഫ് സാറും ഒക്കെ സുകുമാരക്കുറുപ്പിൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുവകകളും മറ്റും കണ്ടെത്തി എന്ന് പറയുന്നെങ്കിലും കണ്ടെത്താത്ത കോടികൾ വില വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വസ്തുക്കളെ കെട്ടിടങ്ങളും കണ്ടെത്തുകയും അവയുടെ സർവേ നമ്പരും അവരുടെ തണ്ടപ്പേര് നമ്പറുകളും ഒക്കെ ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഭാസ്കര പിള്ള താമസിക്കുന്ന 74 സെൻറ്റ് സ്ഥലം, ആ വീട് അത് മാറിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ മകൻ സുജിത് പിള്ളയുടെ ഭാര്യ നിരന്തരമായി അവർ രത്നമ്മയോ അല്ലാണ്ട് രാധാമണിയിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ തങ്ങളെ ഇത്രയും സഹായം ചെയ്തു. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും അനിയത്തിയും ചേർന്നാണ് ചാക്കോയെ കൊണ്ടുവന്ന ആ ബോഡി കത്തിക്കാനായിട്ട് കാറ് മാറ്റി കൊണ്ടുപോകുമ്പോൾ നിങ്ങളെന്തു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? അവിടെ ചെന്ന് ഒരു പക്ഷേ അയാളുടെ മുഖം കരിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് ബോഡി എടുത്തുകൊണ്ട് വാ, നമുക്ക് ഇവിടെ വെച്ച് മുഖം കത്തിച്ചതിന് ശേഷം മാത്രം കൊണ്ടുപോകുന്നതായിരിക്കും ബുദ്ധി എന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും അതുമായിട്ട് ഭാര്യയുടെ അനിയത്തിയും കൂടെ ചേർന്ന് പെട്രോൾ ഇവർ വാങ്ങിച്ചു കൊണ്ടുവന്ന പെട്രോൾ കൊണ്ടുപോയി വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മുഖത്ത് ഒഴിച്ചു കൊടുത്ത് കത്തിക്കുന്നു. അത്രയും ആ കേസിൽ ഇൻവോൾവായ 2 കക്ഷികളും ഈ കേസിൽ പ്രതിസ്ഥാനത്തുനിന്ന് വെറുതെ പോയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുത്തിരുന്നോ, ആ കേസിൻ്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്നോ എന്നെനിക്ക് വ്യക്തമായിട്ടറിയില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം കാലം ഞാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇന്നേ ഞാനത് വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങൾ കൃഷ്ണപിള്ള സ്മാരക കേസൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്കിപ്പോൾ പോലീസിൻ്റെ രഹസ്യമായതുകൊണ്ട് പറയാൻ പറ്റാത്ത ആ സാഹചര്യം ഉപയോഗിച്ചു. ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം വികസിച്ചു. എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആ ഫോണിൽ ഇവരുടെ കുടുംബാംഗങ്ങളുടെ പല കാര്യങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് 200-ൽ പരം രേഖകളാണ് ഞാൻ ശേഖരിച്ചത്. അപ്പോൾ അതുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന സ്ഥലത്തെ ഇന്ന സംസ്ഥാനത്തെ ഇന്ന ജില്ലയിലെ ഇന്ന ആശുപത്രിയിൽ ഇത്ര IP ആയി അഡ്മിറ്റ് ചെയ്യുന്ന ഇന്നയാൾ ഇന്നടത്ത് വെച്ച് മരണപ്പെട്ടു, ഇന്ന സ്ഥലത്ത് ഡെഡ് ബോഡി അടക്കം ചെയ്തു എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്യുന്നത് ശരിയല്ല. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഞാൻ സഞ്ചരിച്ച വേളയിൽ ഒരുപാട് ഇടപെടലുകൾ ആ കുടുംബത്തിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത്.